അങ്കമാലി എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഇവിടെ ഒരു പന്തലിന്റെ കേക്ക് ഷോപ്പ് ഉണ്ട്. സോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു കൊതി. ഞാൻ എന്തായാലും ഒരു ഷുഗർ ഡയറ്റിലായിരുന്നു, പക്ഷെ കേക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സൂപിക്കണ ബൈ സം ബ്രൗണി. എനിക്ക് ഭയങ്കരമായിട്ട് ബ്രൗണി കഴിക്കാനുള്ള കൊതി വരുന്നു, ഭയങ്കര. ഐ ഗെസ് വിൽ ബൈ സം ബ്രൗണീസ് ആൻഡ് തറവാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു കേക്കും കൂടെ വാങ്ങിക്കാൻ തരും. ശ്യാമേട്ടൻ പുതിയ കാർ എടുക്കുന്നുണ്ട്, ഭയങ്കര നെക്സോൺ. അപ്പൊ ഇന്ന് അതിന്റെ ഇതും കൂടെ ഉണ്ട്, അവർ വണ്ടി എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ തറവാട്ടിലേക്ക് ഒരു ചെറിയൊരു കേക്കും കൂടെ വാങ്ങിക്കാൻ വണ്ടി എടുത്തിട്ടൊരു കേക്ക് കിട്ടിയല്ലോ. നമ്മള് കേക്ക് ഹട്ടിൽ ഇറങ്ങി. വി ഗോട്ട് സം കേക്ക്സ്. ഇനി ഇത് ക്രോസ് ചെയ്യണമല്ലോ. എനിക്ക് കേക്ക് ഹട്ടിലെ ചോക്ലേറ്റ് ട്രഫിൾ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ എന്തുണ്ടെങ്കിലും അവിടുത്തെ ചോക്ലേറ്റ് ട്രഫിളാണ് വാങ്ങിക്കുന്നത്. കാരണം നല്ല ചോക്ലേറ്റ് ആണ്, നല്ല ഇറ്റ് ഹാസ് എ ബിറ്റർ ടേസ്റ്റ് ആൻഡ് ദാറ്റ്സ് റിയലി നൈസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ വാങ്ങിച്ചു. ഞാൻ പന്തലിന്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അപ്പുറത്ത് കേക്ക് ഹട്ട് ഉണ്ടെന്ന് കണ്ടത്. ഞാൻ പന്തലിന്റെ വർഗേക്കും കൊണ്ട് കാർ ഇട്ടിട്ട് കേക്ക് ഹട്ടിലേക്ക് നടന്നു പോയി. മജായ. അപ്പൊ അവരെന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കേക്ക് ഹട്ടിലെ കവറുമായിട്ട് വന്നപ്പോ അതുകൊണ്ട് പെട്ടെന്ന് കാർ എടുത്തിട്ട് എവിടെയെങ്കിലും സൈഡ് ആക്കിയിട്ട് എന്റെ ബ്രൗണി കഴിക്കണം. ഞാൻ പറഞ്ഞു വന്നത് കേക്ക് ഹട്ടിലെ ചോക്ലേറ്റ് ട്രഫിളാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ബിറ്ററി ചോക്ലേറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കര എക്സ്ട്രീം സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ്. ചോക്ലേറ്റ് ഇവിടുത്തെ ട്രഫിൾ നല്ല രസമാണ്. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. എന്റെ ട്രെയിനർ കേൾക്കണ്ട, എന്റെ ട്രെയിനർ കേട്ടാ എന്നെ തല്ലിക്കൊല്ലും. എനിക്ക് കുറെ നേരമായിട്ട് പെട്രോൾ പമ്പ് നോക്കി നടക്കുമായിരുന്നു. അപ്പൊ ഒന്നുപോലും എന്റെ ലെഫ്റ്റ് സൈഡിലേക്കില്ല. എനിക്ക് ഇങ്ങോട്ടേക്കാണ് പോയി അടിക്കാൻ എളുപ്പമുള്ള. എല്ലാം വന്നിരിക്കുമ്പോൾ 4 കോൺസെക്യൂട്ടീവ് ആയിട്ട് ഈ സൈഡിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങോട്ട് പോകുന്നവർക്ക് പെട്രോൾ അടിക്കാം. ഐ എം തിങ്കിങ് ഓഫ് ഇനിയിപ്പോ അവിടെ തന്നെ തിരിച്ചു പോയി അടിക്കാം. വേറെ വഴിയില്ല. ഫോർവേഡ് പോകുമ്പോഴത്തേക്കാണ് ഐ എം നോട്ട് ഷുവർ അബൌട്ട്. എനിക്കറിയില്ല മുകളിൽ ഫ്രണ്ടിലോട്ടൊക്കെ ഉണ്ടാവില്ല എന്നുണ്ട്. സോ ഐ തിങ്ക് ഐ ജസ്റ്റ് take a U-turn, go back to the petrol pump and get the fuel filled. Also nearly 5,000 to 6,000 I'm spending on petrol. 6,000 രൂപ എത്രപ്പോഴും തിന്നാന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ടേൺ എടുക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് കൃത്യം ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. സോ ഐ ഗസ് ഞാനത് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് നേരെ തന്നെ പോവാം. അവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടോ, ഒരു ഇന്ത്യൻ ഓയിലിന്റെ. എന്റെ ബ്രൗണി അവിടെ ഇരിക്കുകയാണ്, അല്ല ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ബ്രൗണി എടുത്ത് അടിക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. അമ്മേ, ഫോൺ പേയുടെ മൊത്തം ഓണാവില്ലേ? ഫോൺ പേയുടെ മൊത്തം മമ്മൂട്ടിയാണല്ലോ. നമുക്ക് തോന്നും മമ്മൂട്ടി നമ്മുടെ വീട്ടിലെ ഒരാളാണ്. അമ്മേ, ഒരു ഫോർച്യൂൺ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ജാവ ബ്രൗണി. ഈ ചെറിയ ബ്രൗണിക്ക് എന്തിനാണ് ഇത്ര വലിയ പാക്കേജിങ് ഒക്കെ? വൈ ഡു ദേ ഡു ദിസ്? വേസ്റ്റ് അല്ലേ ഇതൊക്കെ? നമ്മൾ എന്തിനാണ് നമ്മുടെ ചെടികളെയും മരങ്ങളെയൊക്കെ ഇങ്ങനെയായിട്ട് നശിപ്പിക്കണേ? So this is the brownie. It looks so good. It smells so good. It's nice. It's really nice. Adiboli. Loved it. Like it's so good. Adiboli. Mind blowing. Oh my god, this was really good. Like brownies korchu. It should be that gooey and not that dry also. It's like the ഭയങ്കര മോയിസ്റ്റ് അല്ല എന്നാ it's also moist. ഭയങ്കര കേക്കി അല്ല, it's also കേക്കി. It's good. It's really good. ഞാൻ വിശന്നിരിക്കുന്നതാണോന്ന് എനിക്കറിയില്ല, പക്ഷെ it was really nice. One eternity later. So നമുക്ക് നമ്മുടെ യാത്ര പുനരാരംഭിക്കാം. എന്തിനാ റേഡിയോ ഇടയ്ക്കിടയ്ക്കാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ആ സ്ഥലത്തിന്റെ പേരിന്റെ ബോർഡ് വായിച്ചുകൊണ്ടിരുന്നോണ്ട് എന്റെ വഴി തെറ്റിപ്പോയി. ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയാം, ഇംഗ്ലീഷില് പൊട്ടാന്ന് എഴുതിയിരിക്കുന്ന, മലയാളത്തില് പോട്ട. ഞാനിത് നോക്കിയിരിക്കുക, അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പൊട്ടത്തരം പറ്റി. ഐ നീഡ് ടു ടേക്ക് എ U-turn. ദേഷ്യം പറ്റും. നമ്മൾ ഈ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലൂടെ ഒക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു പാടങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് പാടങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ നിർത്താൻ വിചാരിച്ചു. ഒരു പ്രത്യേക ഭംഗിയല്ല നമ്മുടെ നാട്ടിലെ ഈ പാടങ്ങളും പച്ചപ്പും. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പുറത്തും കുറച്ചും കൂടെ നല്ല വ്യൂ ആണ്, പക്ഷെ ദ റോഡ് ഇസ് വെരി നാരോ. സോ ഇന്ന് കാണിച്ചു തരാൻ എനിക്ക് കുറച്ച് പാടുണ്ട്, ബട്ട് ഐ വിൽ ട്രൈ ടു ഷോ ഇറ്റ്. പിന്നെ ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് നടക്കുക ഇസ് നോട്ട് എ അടിപൊളി സാധനം ടു ഡു. സോ ഐ നോട്ട് ഡൺ ദിസ് ഓൾസോ. ലൈക്ക് ഭയങ്കര എംബാരസിംഗ് ആണ് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക. പക്ഷെ അപ്പം നല്ല പാടാൽ ഷോ ഇട്ടു ഗൈസ്. നാരോ ആയിട്ടുള്ള റോഡാണ്. സോ ഈ നാരോ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ
വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിനുള്ളിൽ കയറി ഗൈസ്. പറയൂ. നല്ല മഴയായി ഇടയ്ക്ക് വെച്ചിട്ട് എന്റെ സ്റ്റോറേജ് കംപ്ലീറ്റ്ലി പോയി. സോ ഐ ഹാഡ് ടു ഡിലീറ്റ് കുറെ സാധനങ്ങൾ. ഞാൻ കുറച്ചൊരു പിറ്റ് സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത്. ഞാൻ കുറെ സാധനം ഇരുന്ന് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 20-24 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. അത് വേഗത്തുനിന്ന് തോന്നുന്നു, ദൈവം സഹായിച്ച്. സോ അങ്ങനെ നമ്മൾ ചേറ്റുവ പാലത്തിലെത്തി. നമ്മുടെ അനാർക്കലി സിനിമയ്ക്കകത്ത് ഒരാൾ വരില്ല എന്ന്, ഷാജഹാൻ ചേറ്റുവ, മറ്റേ ജയരാജ് വാര്യർ വരത്തില്ല. അപ്പൊ എനിക്ക് ചേറ്റുവ പുള്ളിയുടെ മുഖമാണ് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 30 minutes എത്തേണ്ടതാണ്. ഓൾമോസ്റ്റ് ഓക്കെ. 6.5 hours later. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. ഇതാണ് വീട്. ഞാൻ ഇവിടാണ് പാർക്ക് ചെയ്യുന്നത് എന്റെ വണ്ടി. ഫൈനലി നമ്മൾ വീടെത്തി. ബാക്കിയെല്ലാം കാണിച്ചു തരാട്ടോ. നിർത്തല്ലേ. എത്ര ഏത്തപ്പഴം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന കാശം. മഞ്ചാടി